ഇന്ത്യയിൽ നിന്നും ഒരു ബസ്സിൽ കയറി നമുക്ക് ലണ്ടനിലേക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ പോയാൽ തന്നെ ഏത് വഴി പോകും, എത്ര ദിവസം എടുക്കും, എത്ര രൂപ ചെലവാകും, കുറേയേറെ ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരും. ഒരിക്കലും സാധ്യമാകാത്ത ഒരു കാര്യം എന്നായിരിക്കും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം. അങ്ങനെ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെങ്കിൽ അത് തെറ്റി എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ കൊൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു. 30ഓളം ബസ്സുകൾ കൊൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്കും തിരിച്ചിങ്ങോട്ടേക്കും യാത്ര നടത്തിയിരുന്നു. ഈ യാത്രയുടെ രസകരമായ അനുഭവങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 15 വർഷത്തോളം കൊൽക്കത്തയിൽ നിന്ന് ലണ്ടനിലേക്കും ലണ്ടനിൽ നിന്ന് കൊൽക്കത്തയിലേക്കും ബസ് സർവീസ് ഉണ്ടായിരുന്നു. 1950കളുടെ അവസാനം മുതൽ 1970കളുടെ അവസാനം വരെയുള്ള 15 വർഷത്തോളമായിരുന്നു ലണ്ടൻ ബസ് സർവീസ് ഉണ്ടായിരുന്നത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് സർവീസായി കണക്കാക്കിയിരുന്നത് ഈ ലണ്ടൻ ബസ് സർവീസ് തന്നെയായിരുന്നു. ആൽബർട്ട് ട്രാവൽസ് ആരംഭിച്ച ഇന്ത്യ ലണ്ടൻ ബസ് സർവീസിന്റെ കന്നി യാത്ര ആരംഭിച്ചത് 1957 ഏപ്രിൽ 15-നായിരുന്നു. ദി ഇന്ത്യ മാൻ എന്ന് പേരിട്ടിരുന്ന ബസ്സിൽ ആകെ ഉണ്ടായിരുന്നത് 20 യാത്രക്കാർ. ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് 50 ദിവസത്തിന് ശേഷം ജൂൺ 5-നാണ് ആദ്യ സർവീസ് കൊൽക്കത്തയിൽ എത്തിയത്. ബസ് ഇംഗ്ലണ്ടിൽ നിന്ന് ബെൽജിയത്തിലേക്കും അവിടെ നിന്ന് പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, യൂഗോസ്ലാവ്യ, ബൾഗേറിയ, തുർക്കി, ഇറാൻ, അഫ്ഗാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ പ്രവേശിച്ചു. ഇന്ത്യയിൽ പ്രവേശിച്ച ബസ് ന്യൂഡൽഹി, ആഗ്ര, അലഹബാദ്, ബനാറസ് വഴിയാണ് കൊൽക്കത്തയിൽ എത്തിയത്. ഈ റൂട്ട് പൊതുവെ ഹിപ്പി റൂട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേവലം ഒരു ബസ് യാത്രയായി മാത്രം ഇതിനെ കണക്കാക്കരുത്. വിവിധങ്ങളായ രാജ്യങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലൂടെ, പല രാഷ്ട്രീയ പ്രതിസന്ധികളെ തരണം ചെയ്ത് അല്പം കഠിനമായിരുന്നു ഈ യാത്ര. മരുഭൂമികളും കുന്നുകളും യുദ്ധമുഖങ്ങളും എല്ലാം താണ്ടിയാണ് ലണ്ടൻ ബസ് ഈ യാത്ര നടത്തിയിരുന്നത്. എന്നിരുന്നാലും ഒരു വിനോദയാത്ര എന്ന പോലെയാണ് ലണ്ടൻ ബസ് യാത്രകൾ ക്രമീകരിച്ചിരുന്നത്. ഗംഗാതീരത്തെ ബനാറസിലും താജ്മഹലിലും അടക്കം നിർത്തി ആളുകളെ കയറ്റിയും പടിഞ്ഞാറൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ജർമ്മനി തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങൾ ലണ്ടൻ ബസിന്റെ യാത്രയിൽ ഉൾപ്പെട്ടിരുന്നു. ടെഹ്റാൻ, സാൻസ്ബർഗ്, കാബൂൾ, ഇസ്താംബുൾ എന്നീ സ്ഥലങ്ങളിൽ ഇറക്കി യാത്രികർക്ക് ഷോപ്പിംഗ് നടത്താനുള്ള സൗകര്യം വരെ കാസ്പിയൻ കടൽ തീരം, റെയിൻ വാലി, ഖൈബർ ചുരം, കാബൂൾ മലയിടുക്കുകൾ എന്നിങ്ങനെയുള്ള അതിമനോഹരങ്ങളായ കാഴ്ചകളും ലണ്ടൻ ബസ്സിലെ യാത്രക്കാർക്കായി ഒരുക്കിയിരുന്നു. ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള യാത്രയ്ക്ക് ഏതാണ്ട് 16,200 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. 1957 സർവീസ് തുടങ്ങുമ്പോൾ 85 പൗണ്ട് ആയിരുന്ന യാത്രാക്കൂലി 1973 ആയപ്പോഴേക്കും 145 പൗണ്ട് ആയിരുന്നു. ഒരു ഭാഗത്തേക്കുള്ള യാത്രയുടെ ചെലവാണ് ഈ പറഞ്ഞത്. ഈ തുകയിൽ ഭക്ഷണം, താമസം തുടങ്ങിയ എല്ലാം ഉൾപ്പെട്ടിരുന്നു. 1957 20 യാത്രികരുമായി ആദ്യ സർവീസ് തുടങ്ങിയ ബസിന്റെ മടക്കയാത്രയിൽ 7 പേർ മാത്രമാണ്. മടക്കയാത്ര പാരീസ്, വെനീസ്, ഇസ്താംബുൾ, ടെഹ്റാൻ, ലാഹോർ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ആയിരുന്നു. യാത്രക്കിടെ ഹോട്ടലുകളിലും മറ്റും താമസ സൗകര്യം ലഭിക്കുന്നില്ല എങ്കിൽ ബസ്സിനുള്ളിലോ ടെന്റുകൾ കെട്ടി പുറത്തോ ഒക്കെ തങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു വിനോദയാത്ര എന്നതിലുപരി ഒരു സാഹസിക യാത്ര എന്നാണ് ലണ്ടൻ ബസിന്റെ യാത്രയെ വിശേഷിപ്പിക്കേണ്ടത്. മരുഭൂമികളിലെ യാത്രയിൽ ചക്രങ്ങൾ മണ്ണിൽ താഴുന്നത് തടയാൻ മരപ്പലകകൾ ടയറിൽ ഘടിപ്പിച്ചായിരുന്നു യാത്ര. മണൽക്കാറ്റും ചൂടും മഴയും വെടിയൊച്ചകളും എല്ലാം യാത്രയുടെ ഭാഗമായിരുന്നു. കൊൽക്കത്തയിൽ നിന്നും പുറപ്പെട്ട ആദ്യ ബസ് നിശ്ചയിച്ചതിലും 16 ദിവസം വൈകിയാണ് ലണ്ടനിൽ എത്തിയത്. ഇറാനിയൻ കൊള്ളക്കാർ ഇവരെ വധിച്ചു എന്ന വാർത്തകൾ പരന്നു. എന്നാൽ തിരിച്ചെത്തിയ യാത്രക്കാരെ വളരെ മികച്ച രീതിയിലാണ് ബ്രിട്ടീഷ് സർക്കാർ ആദരിച്ചത്. പിന്നീട് അങ്ങോട്ട് 20 വർഷത്തോളം ലണ്ടൻ ബസ് സർവീസ് തകൃതിയായി നടന്നു. കൊൽക്കത്തയിൽ നിന്ന് തുടങ്ങിയ ബസ് സർവീസ് പിന്നീട് ഡൽഹി, മുംബൈ, കാഠ്മണ്ഡു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആരംഭിച്ചു. ഇറാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അസ്ഥിരമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ ബസ് സർവീസ് നിർത്താൻ കാരണമായത്. 1979 സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തെയും ഇറാനിയൻ വിപ്ലവത്തെയും തുടർന്ന് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്ന എല്ലാ ലണ്ടൻ ബസ് സർവീസുകളും റദ്ദാക്കി. പിന്നീട് ഇന്ത്യ ആസ്ഥാനമായുള്ള അഡ്വഞ്ചേഴ്സ് ഓവർലാൻഡ് എന്ന കമ്പനി ഇതിന്റെ പുനരാവിഷ്കരണം മുന്നോട്ട് വെച്ചു. 2021 ന്യൂഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് ബസ് സർവീസ് നടത്തുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചുവെങ്കിലും കോവിഡ് ഇതിനൊരു തടസ്സമായി മാറി. ഇനിയും ഇങ്ങനെയൊരു ബസ് സർവീസ് ഉണ്ടാകുമെന്ന് നമുക്ക്